ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയുള്ള വീട്ടിൽ താനിനി താമസിക്കില്ല എന്ന് വൈജ ഗംഗേട്ടൻ്റെ ശിവേട്ടൻ്റെ അരികെ തുറന്നു പറയുന്നുണ്ട്. ഇതറിഞ്ഞ അലീനയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അരികെ പറയുന്നുണ്ട്, അച്ഛ എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം. അച്ഛൻ്റെ അമ്മയുടെ ജീവിതം തകർത്തുകൊണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാനാവില്ല. അച്ഛൻ എന്നെ അച്ഛൻ്റെ സ്വന്തം മകളായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ മുമ്പിൽ കരഞ്ഞ് കൈകൂപ്പി നിന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഇല്ല മോളെ, ഒരിക്കലും ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. നീ ഇവിടെ നിന്ന് പോയാൽ വൈജയുടെ മുമ്പിൽ ഞാൻ വെറും പൊട്ടനായി തീരും. നിന്നെ മുൻനിർത്തി വേണം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ. കഴിഞ്ഞ 23 വർഷമായിട്ട് അവളെന്നെ ഈ വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എനിക്ക് അവളോട് പകരം ചോദിക്കണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛ അതൊക്കെ കഴിഞ്ഞതല്ലേ. ഇനിയെങ്കിലും അച്ഛനമ്മയ്ക്ക് വാപ്പ് കൊടുക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു അധികപ്പറ്റായിട്ട് ഞാൻ വരില്ല. അമ്മയെ കാണണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെന്തായാലും നടന്നു. ഇനി എനിക്ക് ഇവിടെ നിന്ന് പോകണം. പോയേ പറ്റുള്ളൂ. അമ്മയെ കണ്ടെത്തിയതുപോലെ എനിക്ക് എൻ്റെ അച്ഛനെയും കണ്ടെത്തണം എന്നൊക്കെ പറയുകയാണ് അലീന. ഈ സമയത്തൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ബാലേന്ദ്രന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. വൈജയോടുള്ള വല്ലാത്ത പ്രതികാരത്തിൻ്റെ ആ കനൽ അയാളുടെ കണ്ണിൽ കാണാമായിരുന്നു. അയാൾ പറയുന്നുണ്ട്, അലീന നിനക്ക് പോകണമെങ്കിൽ പോകാം. ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഇവിടെ പിടിച്ചു നിർത്തില്ല. പോകുന്നതിന് മുമ്പ് നീ ഒന്നോർത്തു, ഞാനും നിൻ്റെ അമ്മയും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ നിന്ന് പോകുന്നതെങ്കിൽ നീ പോയതിന് തൊട്ട് പിന്നാലെ ഞാൻ ഇവിടെ നിന്ന് പോകും. എന്നെ ഇത്രയൊക്കെ ചതിച്ച അവളുടെ കൂടെ ഒരു വിഡ്ഢിവേഷം കെട്ടി ഇനിയും ജീവിക്കാൻ ഇനി ബാലേന്ദ്രനെ കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ, എന്തു വേണമെന്ന് നീ നന്നായിട്ട് ആലോചിക്ക് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അവളുടെ അരികിൽ നിന്ന് പോകുന്നുണ്ട്. അലീനയാണെങ്കിൽ ആകെ പെട്ടുപോയൊരു അവസ്ഥയിലായിരിക്കും. ഈ സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, അലീന എന്തു പറ്റി, നീ കരയുവാണോ? ഒന്നുമില്ല മനുവേട്ടാ. അതല്ലല്ലോ, എന്തോ ഉണ്ട്. ബബിതയോ രോഹിത്തോ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മനുവേട്ടാ. മനുവേട്ടൻ ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ അലീന കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് മനു ബാലേന്ദ്രനെ കാണാനായിട്ട് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. മനുവിനെ കണ്ടോണ്ടേ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആഹാ മനുവേ, നീ എപ്പോൾ എത്തി? ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളെങ്കിൽ. പിന്നെ എന്തൊക്കെയുണ്ട്? നിൻ്റെ വൈജാൻറ്റി എന്തൊക്കെ പറയുന്നു? അത് പിന്നെ അങ്കിൾ അറിഞ്ഞില്ലായിരുന്നോ? അലീന ഇവിടെ ഉണ്ടെങ്കിൽ വൈജാൻറ്റി ഇങ്ങോട്ടേക്ക് വരില്ല എന്നാണ് പറയുന്നത്. അലീനയെ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ ആൻറ്റി ഇങ്ങോട്ടേക്ക് വരത്തുള്ളെന്ന്. അതൊക്കെ ഞാൻ അറിഞ്ഞിടാ ഉവ്വേ. അലീനയെ പുറത്താക്കിയിട്ട് അവൾ ഇങ്ങോട്ട് വരുവുള്ളെങ്കിൽ അവളിനി ഇങ്ങോട്ട് തൽക്കാലം വരണ്ട എന്നാണ് എൻ്റെ തീരുമാനം. പിന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അലീന ഇവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞ് എൻ്റെ ഇരിക്കാൻ വന്നിരുന്നു. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ നിന്ന് പോയാൽ ആ നിമിഷം തന്നെ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും. ഇനിയും നിൻ്റെ വൈശാനിയുടെ മുമ്പിൽ ഒരു വിഡ്ഢിയായിട്ട് ഞാൻ ജീവിക്കണോടാ. ഞാൻ എന്തു പറയാനാങ്കിളെ? ആൻറ്റി അങ്ങളിനോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങളിന് എന്ത് തീരുമാനം വേണമെങ്കിലും ഇതിലെടുക്കാം. പക്ഷേ അതിനു മുമ്പ് അങ്ങളൊരു കാര്യം കൂടി ആലോചിക്കണം. അങ്ങളുടെ 2 പെമ്മക്കളില്ലേ, അവരെ ഓർത്തെങ്കിലും അങ്ങൾ കടുത്ത തീരുമാനമൊന്നും എടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നിങ്ങനെ മനു പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ലട മനുവേ, എന്തായാലും ഞാനിതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. എന്നെയും ആ പാവം പിടിച്ച അലീനയുമാണ് അവൾ ഒരുപോലെ ചതിച്ചത്. ആ പെൺകുട്ടി ഒരനാഥയെപ്പോലെ ഇത്രയും കാലം ജീവിക്കാൻ കാരണം അവളാടാ. ആ വൈജ അവൾ ഒറ്റയൊരുത്തിയാ. അതിനൊക്കെ ഞാൻ അവളോട് കണക്ക് ചോദിച്ചിരിക്കും. എന്തായാലും അവളൊന്ന് പഴയപടി ആകട്ടെ. ഇപ്പോഴൊക്കെ അവളെ തലയിലേറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന അവളുടെ മക്കളുണ്ടല്ലോ, ഭവിതയും രോഹിത്തും, ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരും അവളെ തള്ളിപ്പറയും. 23 വർഷക്കാലം ഞാൻ അവളുടെ കൂടെ ജീവിച്ചതല്ലേ. ഒരിക്കൽ പോലും എന്നോട് ഈ സത്യമൊന്ന് തുറന്നു പറയാൻ അവൾക്ക് തോന്നിയോ? ഇല്ലല്ലോ. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എല്ലാവരെയും ഭരിച്ചുകൊണ്ട് നടക്കുമല്ലായിരുന്നോ? നിനക്കറിയാമല്ലോ മനു, ഇത്രയും നാളും അവൾക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? അവൾ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്ത് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് ഒരു പൊന്നുപോലെയല്ലേ അവളെ ഞാൻ നോക്കിയത്. അവൾ പറയുന്നതെല്ലാം കേട്ട് ഇത്രയും നാളും ഒരു വിഡ്ഢിയായിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. മറ്റൊരുത്തൻ്റെ കൂടെ അഴിഞ്ഞടി നടന്നവളെ നിൻ്റെ അച്ഛനും മുത്തച്ഛനും ചേട്ടന്മാരും എല്ലാവരും കൂടെ എൻ്റെ തലയിലങ്ങ് കെട്ടിവെച്ചു. അവരെന്താ വിചാരിച്ചത്? സത്യങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരില്ലെന്നോ? ദൈവമായിട്ടാണ് അലീനെ ഇങ്ങോട്ട് അയച്ചത്. അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു പട്ടിയെപ്പോലെ അവളുടെ കാലിനടിയിൽ ജീവിച്ചാനേ എന്നൊക്കെ പറയുകയാണ് ബാലേന്ദ്രൻ. ഇതിന് മറുപടി പറയാനൊന്നും ആകാതെ മനുവാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും പറയാൻ വയ്യടാ മനുവേ. ആ അലീനയുണ്ടല്ലോ, ആ ഒരു പാവം കൊച്ചാണ്. അത് എങ്ങനെ ഇവളെപ്പോലുള്ള ഒരുത്തിയുടെ വയറ്റിൽ വന്ന് പിറന്നു എന്നാണ് അറിയാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീന അങ്ങോട്ട് ചായയുമായിട്ട് വരുന്നത്. വന്ന് ബാലേന്ദ്രനും മനുവിനും ഒക്കെ ചായ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കും, എന്താ അലീന, നീ ആലോചിച്ചോ? എന്താ നിന്റെ തീരുമാനം? ഇവിടെ നിന്ന് പോകാൻ തന്നെയാണോ തീരുമാനം? പെട്ടെന്ന് മനു പറയും, നീ എന്തിനാ അലീന ഇവിടെ നിന്ന് പോകുന്നത്? ഇത് നിനക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ? അതല്ല മനുവേട്ടാ, ഞാൻ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ജീവിതം അത് തകർന്നു പോവുകയുള്ളൂ. ഞാൻ ഇവിടെ തന്നെ നിന്നാൽ വൈജ മേഡം പിന്നെയും പ്രശ്നങ്ങൾ ഓരോന്നുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കട്ടെ മോളെ, അവൾ എവിടെ പോയാലും തിരികെ ഇങ്ങോട്ട് തന്നെ വരും. എന്നാലും വെച്ചാ അതെ, നീ ഇനി ഇവിടുന്ന് പോകുകയല്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. അങ്ങനെ നീ വാക്ക് തന്നില്ല എങ്കിൽ ഇന്ന് എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അലീന ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് ബാലേന്ദ്രന് വാക്ക് കൊടുക്കുകയാണ്. അതോടുകൂടി ബാലേന്ദ്രൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ശിവേട്ടൻ്റെയും ഗംഗേട്ടൻ്റെയും ഒക്കെ നിർബന്ധപ്രകാരം വൈജ വീണ്ടും കടപ്പാട്ടൂരിലേക്ക് എത്തുന്നതാണ്. വൈജയെ കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ ഒരു പുച്ഛഭാവത്തോട് കൂടി വൈജയെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല വൈജയ്, നീ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. അല്ല, നിനക്ക് വീടൊന്നും മാറിപ്പോയതല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് എന്താ ഞാൻ വന്നത് പിടിച്ചില്ലേ? ഓ, അത് ഞാൻ മറന്നു. ഞാനിവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ അലീനയ്ക്കും അങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വൈജ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ നാക്കിന് മാത്രം ഒരു കുഴപ്പം വന്നില്ലല്ലോടി? ആ സമയത്ത് ബബിതയും കൃഷ്ണമോളും അങ്ങോട്ട് വരുന്നുണ്ട്. കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഏയ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, പതിയെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അല്ല, രോഹിത് എവിടെ? രോഹിത്തേട്ടൻ റൂമിലുണ്ടമ്മേ. വന്ന അന്ന് തൊട്ട് രോഹിത്തേട്ടൻ ആ റൂമിൽ തന്നെയാണ്. ഞങ്ങളൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ഞങ്ങളെയെല്ലാം ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിക്ക് പോകാറേ ഇല്ല എന്നൊക്കെ പറയാണ് ബബിത. ആ സമയത്ത് വൈജയുടെ അരികിലേക്ക് അലീന എത്തുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, മേഡത്തിനിപ്പോൾ എങ്ങനെയുണ്ട്? നടക്കാനൊക്കെ പറ്റുമോ? അപ്പോൾ എന്താടി, നീ കരുതിയോ ജീവിതകാലം മൊത്തം ഞാൻ കിടപ്പിലാവുമെന്ന്? അങ്ങനെ ആയാൽ നിനക്കും ഇങ്ങോർക്കും അങ്ങ് സുഖമായല്ലോ. എന്നാൽ നീ കേട്ടോ, നിന്നെ ഇവിടെ നിന്ന് കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീയും ഇയാളും കൂടെ സുഖമായിട്ട് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ നിനക്ക് സ്വന്തമാക്കാന്നുള്ള വിചാരം വല്ലതും ഉണ്ടെങ്കിൽ അത് നടക്കില്ലടി. ഓ കൊള്ളാടി, നിന്റെ അഭിനയമൊന്നും ഈ വൈജയുടെ അടുത്ത് പോവില്ല. എൻ്റെ ജീവിതം തകർത്തവളാ നീ, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ ചിന്തിക്കുക പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വൈജ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ബബിതയാണെങ്കിൽ അലീനയെ ഒരു പുച്ഛത്തോടൊക്കെ നോക്കി ചിരിയൊക്കെ ചിരിച്ചിട്ട് റൂമിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന മോളെ, വൈജയുടെ ഈ വരവ് രണ്ടും കൽപ്പിച്ചാണ്. നിന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവൾ ഏതറ്റം വരെയും പോവും, മോളൊന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറയാണ് ബാലേന്ദ്രൻ. എന്നാൽ അലീന ആകെ സങ്കടത്തിലാണ്. താനിവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം വീണ്ടും ഗുരുതരാവസ്ഥയിലേക്ക് പോകുമെന്ന് അലീനക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ വല്ലാത്ത സങ്കടത്തിലാണ് അലീന. അതിനുശേഷം കൃഷ്ണമോളാണെങ്കിൽ വൈജയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല മോളെ, അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. അതല്ല, നിന്റെ പഠിത്തമൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു? അതങ്ങനെ അങ്ങ് പോകുന്നു. അലീന ചേച്ചി കാരണമാണ് എനിക്കിപ്പോൾ തലയുയർത്തിപ്പിടിച്ച് കോളേജിലേക്ക് പോകാൻ പറ്റുന്നത്. അതെന്താടി, നിന്റെ തലയ്ക്ക് എന്ത് പറ്റി? എൻ്റെ തലയ്ക്കൊന്നും പറ്റിയിട്ടല്ലമ്മേ. അമ്മയുടെ പൊന്നാരമ്മൻ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് മനുഷ്യനെ നാണക്കേട് കൊണ്ട് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ഒരു പുച്ഛഭാവത്തോടെയാണ് എന്നെ നോക്കിയിരുന്നത്. ഇപ്പോൾ രോഹിതേട്ടൻ നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ സംസാരവും രീതിയും പ്രവൃത്തിയും എല്ലാം മാറി. എല്ലാവർക്കും ഇപ്പോൾ എന്നോട് നല്ല സ്നേഹമാണ്. അതിന് കാരണം അലീന ചേച്ചിയാണ് രോഹിതേട്ടനെ നിരപരാധം തെളിയിച്ചത്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഒരു അലീന പുരാണം. എന്നെക്കാട്ടിലൊക്കെ നിനക്ക് ഒത്തിരി വലുതാണോടെ ആ അലീന. നീ ഒന്നോർത്തോ കൃഷ്ണമോളെ, ഞാനും നിൻ്റെ അച്ഛനുമൊക്കെ ബന്ധം പോലും വേർപ്പെടുത്താൻ പോകുന്നത്. നിൻ്റെ അച്ഛനിപ്പോൾ എൻ്റെ സ്ഥാനത്താണ് അവളെ കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെ പോയാൽ അവൾ നിങ്ങളെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും എന്നിങ്ങനെ വൈജ പറയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരു ശകലം പോലും നാണമില്ലേ? പാവം അച്ഛനാണ് അലീന ചേച്ചി ഒരു മകളെപ്പോലെ മാത്രമാണ് കാണുന്നത്. അതെങ്ങനെയാടി അലീന അയാളുടെ മകളാകുന്നത്? അയാൾ പറഞ്ഞ ആ പൊട്ടക്കഥ കേട്ടിട്ടാണോ, നിങ്ങളതൊക്കെ വിശ്വസിച്ചിട്ടാണോ അലീനയെ നിന്റെ ചേച്ചിയായിട്ട് കാണുന്നത്? എന്നാൽ നിങ്ങൾ കേട്ടോ, അലീന അയാളുടെ മകളൊന്നുമല്ല, അയാളുടെ രഹസ്യക്കാരിയാണ്. അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്? അമ്മയ്ക്ക് ഇത്രയധികം തരം താഴാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ ഈ പറയുന്നതിനൊക്കെ നാളെ ഒരിക്കൽ അമ്മ ദുഃഖിക്കും. അമ്മ സ്വന്തം മനസ്സാക്ഷിയോട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അമ്മ അത്രയ്ക്ക് പതിവ്രതയാണോ എന്ന്. 23 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് വല്ല പ്രണയം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ
വൈജ ഒരു ഞെട്ടലോടുകൂടി തന്നെ മുഖം തിരിക്കും. അല്ല, അമ്മ എന്താമേ മുഖം തിരിച്ചു കളഞ്ഞത്? എന്താമേ അമ്മ ഇത് ചോദിച്ചപ്പോൾ മുഖം തിരിക്കുന്നത്? അപ്പോൾ അമ്മയ്ക്ക് വേറെ ആരെങ്കിലുമായിട്ട് പ്രണയമുണ്ടായിരുന്നോ? ഇല്ല മോളെ, ഒരിക്കലുമില്ല. എൻ്റെ ജീവിതത്തിൽ നിൻ്റെ അച്ഛനല്ലാതെ വേറൊരു പുരുഷനും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാണ് വൈജ. വൈജയുടെ വെപ്രാളം കണ്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, അമ്മ നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. അത് പിന്നെ മോളെ എന്താണെന്നറിയില്ല, വല്ലാത്ത ചൂട്. എന്തായാലും അമ്മ ഇനി അലീന ചേച്ചിയായിട്ടുള്ള വഴക്കൊക്കെ അങ്ങ് നിർത്തണം. അതുമാത്രമല്ല, ഇതുമായിട്ട് ഇനിയും അമ്മ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ അമ്മ ഇനിയും കരയേണ്ടി വരും, ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. അമ്മ മറച്ചു വെച്ചിരിക്കുന്ന പല സത്യങ്ങളും പുറത്തു വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് പോകും. കൃഷ്ണമോളുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് വൈജ അങ്ങ് വല്ലാതാവുന്നുണ്ട്. അവൾക്ക് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവൾ എന്തോ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ ഗംഗേട്ടാ. ആ പറ വൈജേ, എന്നാ ഉണ്ട്? അതോ നീ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ചോ? ഓഹോ, അപ്പോൾ അതാണല്ലേ, ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഒപ്പിക്കുന്നത് ഞാൻ മാത്രമാണല്ലേ? എന്ന് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഞാനും സ്റ്റാനിലുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൃഷ്ണമോൾ അറിഞ്ഞായിരുന്നോ? കൃഷ്ണമോൾ അറിഞ്ഞോന്നോ? നിന്റെ സ്റ്റാനിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൃഷ്ണമോൾ അറിയുന്നത്? അപ്പോൾ കൃഷ്ണമോൾ അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വൈജ ഗംഗേട്ടനോട് പറയുകയാണ്. ഗംഗേട്ടനെ അറിയാം കൃഷ്ണമോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാലും ഗംഗേട്ടൻ പറയാണ്, അത് നിന്റെ തോന്നലായിരിക്കും വൈജയ്. നീയായിട്ട് അവളെ ഒന്നും അറിയിക്കാതിരുന്നാൽ മതി. നീ ആദ്യം നിന്റെ വായ നടക്ക്. ബാലേന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തിന് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ എങ്ങനെ പെട്ടവളാണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നിനക്ക് നല്ലതാ. എന്നാലും വൈജയ്, ഒരു നാൾ ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് വരും. അന്ന് നീ അവൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഇല്ല ബാലേന്ദ്രേട്ടാ, സോറി, ഇല്ല ഗംഗേട്ടാ, എന്തെങ്കിലും കാരണത്താൽ ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടി വന്നാൽ ആ നിമിഷം ഞാൻ എൻ്റെ ജീവിതം ഇല്ലാതാക്കും എന്നും പറഞ്ഞ് വൈജ ഫോൺ വെക്കും. പിറ്റേ ദിവസം രാവിലെ തന്നെ കമല വൈജയെ കാണാനായിട്ട് കടപ്പുഴട്ടൂരിലേക്ക് എത്തുന്നുണ്ട്. അലീനയായിരിക്കും ഡോറ് തുറന്ന് കൊടുക്കുന്നത്. അലീനയോട് കമല ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞില്ലേടി നിൻ്റെ ഈ വീട്ടിലെ അഴിഞ്ഞാട്ടമൊക്കെ കഴിഞ്ഞില്ലേടി? എന്തൊരു ഭരണമായിരുന്നു ഇവിടെ, എല്ലാം കഴിഞ്ഞില്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് ഞാനിവിടെ ആരും ഭരിക്കാൻ പോയില്ല. ആ ബബിതമോള് എന്നോടെല്ലാം പറഞ്ഞു നിൻ്റെ ഭരണത്തെ പറ്റിയെല്ലാം. വൈജ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൻ്റെ അവസാനത്തിനാടി, നീ നോക്കിക്കോ, അവൾ നിന്നെ അടിച്ചിവിടെ നിന്ന് പുറത്താക്കിയിരിക്കും എന്നും പറഞ്ഞ് കമല വൈജ കാണാനായിട്ട് അവളുടെ റൂമിലേക്ക് പോവും. ആ കമലയെടുത്തി ഇതപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ വൈജ്. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് നിൻ്റെ ഇവിടുത്തെ ഇപ്പോൾ ജീവിതം? എന്ത് പറയാനാ കമലയെടുത്തി, ആ നാശം പിടിച്ചവളെ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കിവിടെ ഒരു നരക ജീവിതമാണ്. എനിക്ക് മനസ്സിലായി വൈജേ, നീ എന്തായാലും നിന്റെ മകനെ ഒന്ന് സൂക്ഷിച്ചു. നിന്റെ മകനെയും വശത്തിലാക്കാൻ നല്ല സാധ്യതയുണ്ട്. രോഹിത്തിനെ പുറത്തിറക്കാൻ വേണ്ടി അവൾ കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ രോഹിത്ത് അറിയുമ്പോൾ മിക്കവാറും രോഹിത്ത് അവളുടെ പക്ഷം ചേരും. അതോടെ നീ പുറത്താകും. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കമലയെടുത്തി. എന്തായാലും ഞാനിപ്പോൾ ഇവിടേക്ക് എത്തിയില്ലേ, ഇനി എന്ത് വേണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ വൈജ പറയുമ്പോൾ കമലയ്ക്ക് അവിടെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വൈജയെ കുറച്ച് എരിവരിയൊക്കെ കയറ്റിയിട്ട് കമല അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് കൃഷ്ണമോൾ അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി അമ്മ പറയുന്നൊന്നും കാര്യമാക്കണ്ട. ചേച്ചിക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവം. അതൊക്കെ അറിയാം മോളെ, എന്നാലും ഞാനിവിടെ നിൽക്കുന്നത് അത് ശരിയാവില്ല. ഞാനിവിടെ നിൽക്കുന്തോറും ഇവിടെ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും കാര്യങ്ങളൊക്കെ വഷളാകത്തേ ഉള്ളൂ. ചേച്ചി ഇവിടെ നിന്ന് പോയാൽ അച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ അച്ഛൻ ചിലപ്പോൾ സത്യങ്ങളൊക്കെ തുറന്ന് അമ്മയോട് പറഞ്ഞെന്നും വരും. ഈ സമയത്ത് ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ത് സത്യമാടി അച്ഛനമ്മയോട് തുറന്നു പറയാനുള്ളത്? എന്തായാലും അത് ഞാനോടൊന്ന് അറിയട്ടെ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി അറിയാനുള്ളതാണെങ്കിൽ ചേച്ചി അറിയിക്കും. ഇതിപ്പോൾ തൽക്കാലം ചേച്ചി അറിയാൻ സമയമൊന്നും ആയിട്ടില്ല. നീ പറയണ്ടടി, എനിക്കിപ്പോൾ എന്തായാലും നിങ്ങളുടെ രഹസ്യമൊന്നും അറിയണമെന്നില്ല, ആഗ്രഹമൊന്നുമില്ല. എടി അലീനെ, നീ ഓർത്തോ, എൻ്റെ അമ്മ ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇനി അധികകാലം നിനക്കിവിടെ വാഴാന്ന് നീ കരുതണ്ട. നിൻ്റെ പെട്ടിയും സാധനങ്ങളൊക്കെ നീ പാക്ക് ചെയ്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞ് ബബിത അവിടെ നിന്ന് പോകും. അപ്പോൾ കൃഷ്ണമോൾ പറയും, ബബിതേച്ചി അങ്ങനെ പലതും പറയും. ചേച്ചി അതൊന്നും കാര്യമാക്കണ്ട. അച്ഛനല്ലാതെ മറ്റാർക്കും ചേച്ചി ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള അവകാശമില്ല. കാരണം ഇത് അച്ഛൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ അലീനയെ അവിടെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും വൈജ വീണ്ടും അലീനയുമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്.